ഇന്ന് ഞാൻ അയൺ ഫാർം ഉണ്ടാക്കാൻ വേണ്ടി നിന്നായിരുന്നു. പക്ഷേ അതിന് പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഞാൻ ഇവിടെ ഒരു AFK റൂം ഉണ്ടാക്കിയായിരുന്നു. അതിന് മുമ്പ് ഞാൻ ഇവിടെ ഒരു AFK റൂം സെറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് ഇവിടെ ഇന്ന് AFK നിൽക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് AFK എന്ന് ഇറങ്ങിയപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഞാൻ പൊട്ടിച്ച് മാറ്റി. അന്നേരം നൈറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇവിടെ കുറേ സോംബീസ് ഉണ്ടായിരുന്നു. അപ്പോൾ സോംബീസ് എല്ലാം ഇതിനകത്തേക്ക് കയറി ഇവിടെ ഉള്ളവന്മാരെല്ലാം തീർത്ത്. ഞാൻ ഈസി മോഡാണ് ഇട്ടിരുന്നത്. ഈസി മോഡ് ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് വില്ലേജേഴ്സും ചത്തുപോയി. ഓക്കെ, ഇതിനകത്ത് 2-3 ബേബി വില്ലേജേഴ്സ് ഉണ്ടായിരുന്നു. അവന്മാർ തട്ടിപ്പോയി. ഇവിടെ 1-2 വില്ലേജേഴ്സ് കിടപ്പുണ്ടായിരുന്നു. അവന്മാരെയാണ് ഞാൻ ഇവിടെ കൊണ്ടിപ്പോൾ നിർത്തിയേക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരു ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറേ ബെഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു പോർട്ടൽ വെച്ച് സെറ്റ് ചെയ്ത്. അപ്പോൾ ഈ പോർട്ടലിൻ്റെ അപ്പുറത്ത് ഞാൻ കുഴിയൊക്കെ സെറ്റ് ചെയ്ത് വില്ലേജേഴ്സിന് വീഴാൻ പറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ ഒരു വില്ലേജർ മാത്രമുണ്ട്. ഓക്കെ, ഇപ്പോൾ കയറി കാണിക്കുന്നില്ല ഞാൻ. ഓക്കെ, ഇപ്പോൾ എന്തായാലും ഇവന്മാർ ബ്രീഡാവാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്ക് ചുമ്മാ ഇങ്ങനെ നിർത്തിയാൽ പോരാ. ഇവന്മാർക്ക് നമ്മൾ ബ്രെഡ് എറിഞ്ഞ് കൊടുക്കണം, എന്നാലും ഇവന്മാരും ബ്രീഡാവത്തുള്ളൂ. ഞാൻ 1.5 സ്റ്റാക്ക് ബ്രെഡ് ഇവന്മാർക്ക് എറിഞ്ഞ് കൊടുത്തായിരുന്നു. ഓക്കെ, ഞാൻ ഇന്നലെ കൊണ്ടുവന്ന വില്ലേജേഴ്സിന്. എന്നാലും അവർ ആണ് മറ്റേ സോംബീസ് കൊന്നത്. ഓക്കെ, എന്നാലും എൻ്റെ ബ്രെഡും കംപ്ലീറ്റ് പോയി, ആ വില്ലേജേഴ്സും ചത്തുപോയി. ഇനി ഇവന്മാർക്ക് ഇനി ഒന്നുകൂടെ അറിഞ്ഞു കൊടുക്കാൻ എൻ്റെ ബ്രെഡും ഇല്ല, ഒന്നുമില്ല, ലിറ്ററലി ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു മോംബ് ഫാർം ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു മോംബ് ഫാർം ഉണ്ടാക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് കിട്ടുന്ന ഒരു ബോൺ വെച്ചിട്ട് ഓൺവീലാക്കിയിട്ട് ഒരു പ്രോപ്പറായിട്ട് ഞാൻ തന്നെ ഈ ഒരു വീട്ടെല്ലാം ഫാർം ചെയ്ത് കുറേ ബ്രെഡ് ഉണ്ടാക്കിയിട്ട് ഇവന്മാർക്ക് കൊണ്ട് എറിഞ്ഞു കൊടുക്കണം. ഇന്ന് അത് വർക്കാവേണ്ടതാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ എന്തായാലും ഞാൻ കുറേ നേരം കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. ഒരു വില്ലേജർ പോലും ഇവന്മാരൊന്നും ബ്രീഡാവുന്നില്ല. ഞാൻ ഇവിടെ കുറേ നേരം നിൽക്കുവാണ്. ഓക്കെ, ഇവിടെയാണ് ഞാൻ AFK നിന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ ഞാൻ കുറേ നേരം AFK നിന്നു. എന്നിട്ട് ഇവന്മാർ ബ്രീഡാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു പ്ലാൻ മാറ്റി അയൺ ഫാം ഉണ്ടാക്കുന്നില്ല. അയൺ ഫാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഉണ്ടാക്കാം. ഓക്കെ, ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒരു മോബ് ഫാർം ഉണ്ടാക്കാം. ഓക്കെ, ഞാൻ അയൺ ഫാർം ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ അത് ഉണ്ടാക്കിയിട്ട് ഒരു വില്ലേജേഴ്സിനെ ഞാൻ നെതറായിരിക്കും കൊണ്ടുവരാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ഒരു ഒബ്സിഡിയനൊക്കെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒബ്സിഡിയൻ ഞാൻ മൈൻ ചെയ്ത് മറ്റേ മൈനിങ് ഏരിയ എന്നല്ല, മറ്റേ ഈ ഒരു നെതറിൽ പോയിട്ട് മറ്റേ പോർട്ടൽ പൊട്ടിച്ചിട്ട് സൂയിസൈഡ് ചെയ്തിട്ട് അങ്ങനെ കിട്ടുന്ന പരിപാടിക്കാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് തന്നെ എൻ്റെ 30 ലെവലും പോയി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇങ്ങോട്ടേക്കാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു മോബ് ഫാർം. ഞാനിവിടെ ബെഡെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഇന്ന് അയൺ ഫാർം ഉണ്ടാക്കാനായിട്ട്. ബെഡ് മാത്രമേ ആയുള്ളൂ ഗൈസ്, അതാണ് മറ്റേ വർക്ക് സ്റ്റേഷനൊന്നും ആയിട്ടില്ല. അല്ല, നമുക്ക് അടുത്ത എപ്പിസോഡിലേക്ക് റെഡിയാക്കി വെച്ചേക്കാം. ഇപ്പോൾ നമ്മൾ 65ാമത്തെ ദിവസത്തിലാണ് നിൽക്കുന്നത്. ഒരു 15 ദിവസം ഞാൻ വില്ലേജേഴ്സിന് വേണ്ടി കളഞ്ഞു. അത് കുറേ നേരം ഞാൻ AFK. ഇതാണ് 24 ക്രാഫ്റ്റിംഗ് ടേബിൾ. ഇത് ഞാൻ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളായിട്ട് ഉണ്ടാക്കിയതാണ്. മറ്റേ ആ ഒരു ബ്രീഡറിൻ്റെ അടുത്ത് വെച്ച്. എന്നിട്ട് ഞാൻ കൈതട്ടി അറിയാണ്ട് 24 ഉണ്ടാക്കി ഈ ഒരു സ്വിച്ച് അമർത്തിയിട്ട്. പിന്നെ ഒരു ബാനറിനെ അവിടെ തൂക്കിയിട്ട് ഓക്കെ, ആ ഒരു ഫാർം ഉണ്ടാക്കാനുള്ള ഐറ്റംസ് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ എൻ്റെ പിക്കാക്സ് പൊട്ടാറായാണ്. ഞാൻ പുതിയ പിക്കാക്സ് ഉണ്ടാക്കി. ഇതാണ് ആ ഒരു പൊട്ടാറായ പിക്കാക്സ്. ഓക്കെ, ഞാൻ ഇത്രയും ബ്ലോക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ ബ്ലോക്ക് മാത്രം പറയും. നമുക്ക് കുറച്ച് ട്രാപ്പ് ഡോർ വേണം. ഒരു 2-3 സ്റ്റാക്ക് ട്രാപ്പ് ഡോറിൻ്റെ ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒറ്റ ലെയറുള്ള മോബ് ഫാർമല്ല, 2 ലെയറിൻ്റെ മോബ് ഫാർമാണ്. കുറച്ചുകൂടെ ഡ്രോപ്പ് കിട്ടാനായിട്ട്. ഓക്കെ, പിന്നെ നമുക്ക് കുറച്ചുകൂടെ വുഡും കളക്ട് ചെയ്യണം. പിന്നെ എനിക്ക് കുറച്ച് മൈനിങ്ങിനൊക്കെ പോകണം. അതായത് മറ്റേ ആ ഒരു അയൺ ഒപ്പിക്കാനായിട്ട്, മറ്റേ ആ ഒരു ഹോപ്പർ ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, ഇവിടെ ഞാൻ കുറേ മരം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കുറേ സ്ഥലമുണ്ട്. എനിക്ക് 2-3 സ്റ്റാക്കിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത്ര മതി. ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇത്ര മതിയായിരുന്നു. ഓക്കെ, നമുക്ക് കുറച്ച് മൈനിങ്ങിന് പോകണം. എന്നിട്ട് നമുക്ക് ഹോപ്പർ ഉണ്ടാക്കണം. അപ്പുറത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് കുഴിച്ച് നോക്കിയാണ്. ഞാൻ മേടിച്ച മറ്റേ സെൻസറായിരിക്കും, പക്ഷേ സെൻസറല്ല, മറ്റേ സ്പോണിക്കുന്ന സാധനമാണ്, മറ്റേ വാർഡനെ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വിളിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തെയും വിളിച്ചിട്ടുണ്ട്. ഒറ്റ ഓട്ടം ഓടി. ഓക്കെ, ഞാൻ സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് 15 ആയം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 4 ഹോപ്പർ വേണം. പറ്റുമോ എന്തോ. ഓക്കെ, ഇനി നമുക്ക് ആ ഒരു ഫാം ഉണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോകാം. ഓക്കെ, ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ടൈം ലാപ്സ് നിങ്ങളൊന്ന് കണ്ടിട്ടോ.
യെസ്, ഞാൻ ആ ഫാർമ് കംപ്ലീറ്റ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇപ്പോൾ ആർമറൊന്നും ഇല്ലാതെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എൻ്റെ ഫുഡെല്ലാം കംപ്ലീറ്റ് തീർന്നു ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും. താഴെ കുറേ മോബ്സ് ഉണ്ടായിരുന്നുണ്ട്. എൻ്റെ ആർമറും ടൂൾസ് എല്ലാം ഒരിട്ട് അവിടെ വെച്ചിട്ടുണ്ട് ആ ഒരു പെട്ടിക്കകത്ത്. ഓക്കെ, ഇനി നമുക്ക് എടുക്കാൻ വേണ്ടി പോകാം. പിന്നെ അവിടെ ഞാൻ അധികം ടോർച്ചൊന്നും വെച്ചിട്ടില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ താഴെ കുറേ മോബ് സ്പോണായി. അവന്മാരെയൊക്കെ ഞാൻ ഇടയ്ക്ക് കൊന്നത് നിങ്ങൾ ടൈം ലാപ്സിൽ കണ്ടാൻ തോന്നുന്നു. കാരണം മറ്റേ അവിടെ ക്രീപ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മറ്റേ ആ ക്രീപ്പർ വെച്ചിട്ടാണ് ഞാൻ അമ്മമാരെല്ലാം കൊന്നത്. ഓക്കെ, അകത്ത് എനിക്കൊന്നും പറ്റിയില്ല. ഓക്കെ, ഈ മഴയൊന്നും ഇപ്പോൾ തീരാൻ തോന്നുന്നില്ല, അതുകൊണ്ട് തന്നെ ബെഡങ്ങ് എടുത്തേക്കാം, എടുക്കണ്ട. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, ഞാൻ എൻ്റെ 2 ലെയർ മോബ് ഫാർമിന് അവിടെ എത്തിയിട്ടുണ്ട്. കണ്ട ക്രീപ്പർ പൊട്ടിയ ഹോളിൽ ഇവിടെ ഉണ്ട്. ഇവിടെ കുറേ മോബ്സിൻ്റെ ഡെഡ് ബോഡി കിടപ്പുണ്ട്, ഞാൻ എടുക്കുന്നില്ല. ഇതിനകത്തെല്ലാം ഉണ്ട് അതിൻ്റെ ഐറ്റംസ്. അടച്ചേക്കാം. അല്ല ഗൈസ്, നമുക്കിവിടെ മറ്റേ ആ ഒരു സൈൻ ബോർഡ് വെക്കണം. അതിന് മുമ്പ് ഞാൻ ഈ ഐറ്റംസൊക്കെ എടുക്കട്ടെ. വെള്ളത്തിലല്ലേ വീഴുന്നത് ഡേ ഭാഗ്യം. റോഡ് പൊട്ടാറായി. അവിടെ എന്തോ ബ്ലോക്ക് ഇല്ലായിരുന്നല്ലോ. ഓക്കെ, ശരിയാക്കിയിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ഒന്ന് മൈനിങ്ങിന് വിട്ടാനും കേസ് എന്തോ ഒന്ന് മിസ്സിങ് ആയാലും. എൻ്റെ ഹെൽമെറ്റ് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു തീരുമാനമായി. ഇപ്പം എല്ലാം പോയനെ. ഓക്കെ, എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേസ്. ഇനി ഇവന്മാരെല്ലാം വീഴുമ്പോൾ തന്നെ അല്ല നമുക്ക് കൊല്ലാൻ പറ്റും. ഡ്രോപ്പ് എല്ലാം ഇതിനകത്ത് തന്നെ വീണോളും. ഇനി ഇവിടുന്ന് കിട്ടുന്ന ബോൺമീൽ വെച്ചിട്ടാണ് എനിക്ക് കുറേ ഒരു വീറ്റ് ബോൺമീൽ ഇത് ബ്രെഡാക്കിയിട്ട് അമ്മമാർക്ക് കൊണ്ട് എറിഞ്ഞു കൊടുക്കാൻ വില്ലേജേഴ്സിന്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.